ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് എഫിഷ്യനിലേക്കുള്ള വാശിയും വോട്ടിംഗ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചിലരൊക്കെ ബഹുദൂരം മുന്നിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് നിർണ്ണയമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം പരിമണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടർന്ന്. വോട്ടിങ്ങിന്റെ തുടക്കം മുതൽ മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. വമ്പിച്ചൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 16,722 എന്ന കൂറ്റൻ വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടർന്ന കാഴ്ചയാണ് കാണുന്നത്. 2ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസിന് ഇതുവരയ്ക്കും അനീഷിനെ എത്തിപ്പിടിക്കാനായിട്ടില്ല. ഇപ്പോഴും 11,655 വോട്ടോട് കൂടി അനീഷുമായിട്ട് നല്ലൊരു വോട്ടിങ്ങിൻ്റെ ഡിഫറൻസോടെ 2ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 3ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലേക്ക് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. നൂറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദിലേക്ക് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്താൻ സാധിക്കുന്നുണ്ട്. 9,111 വോട്ടോട് കൂടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ വേദലക്ഷ്മിയാണുള്ളത്. നേരത്തെ നല്ലൊരു മുന്നേറ്റം നടത്തി 3ാം പൊസിഷനിൽ വന്നെങ്കിലും പിന്നീട് പിന്നിലേക്ക് തള്ളപ്പെട്ടതിന് ശേഷം മുന്നിലേക്ക് വരാനായിട്ടില്ല. ഇപ്പോൾ 9,067 വോട്ട് നേടി ആദിലയുടെ തൊട്ട് പിന്നിലായി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ ജിസേലാണ് തുടരുന്നത്. ജിസേൽ വമ്പിച്ചൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വോട്ടിങ്ങിൽ നല്ലൊരു ഇടിവ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ അതുണ്ടായിട്ടില്ല. 8,225 വോട്ടോട് കൂടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ അക്ബർ ആണുള്ളത്. അക്ബർ ജിസേലുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. 7,998 വോട്ട് നേടിയാണ് അക്ബർ 6ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 7ാം പൊസിഷനിൽ ജിഷിനാണ് ഉള്ളത്. ജിഷിൻ ഒരു ഘട്ടത്തിൽ വളരെ പിന്നിലായിരുന്നു. എന്നാൽ 7ാം പൊസിഷനിൽ വന്നതിന് ശേഷം വോട്ടിങ്ങിൽ നല്ലൊരു മികവ് പുലർത്തിക്കൊണ്ട് പിന്നിലേക്ക് പോവാതെ തൻ്റെ പൊസിഷൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 7,865 വോട്ട് നേടിയാണ് 7ാം പൊസിഷൻ തുടരുന്നത്. 8ാം പൊസിഷനിൽ ബിന്നി സബാസിൻ തന്നെയാണ് തുടരുന്നത്. നല്ലൊരു മുന്നേറ്റം തുടക്കത്തിൽ നടത്തിയെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് കണ്ടുവരുന്നുണ്ട്. 7,508 വോട്ട് നേടി 8ാം പൊസിഷനാണുള്ളത്. 9ാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുകയാണ്. ആര്യൻ ഇത്തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ പ്രകടനമാണ് ഇനി ആര്യനെ മുന്നോട്ട് നയിക്കുമോ ഇല്ലയോ എന്ന് നോക്കേണ്ടത്. ഇപ്പോൾ 7,344 വോട്ടോട് കൂടി 9ാം പൊസിഷനാണുള്ളത്. 10ാം പൊസിഷനിൽ സാബുമാനാണുള്ളത്. സാബുമാൻ ഇത്തവണ പുറത്തു പോകുന്നത് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. 7,211 വോട്ട് നേടി ഡേഞ്ചർ സോണിലായിട്ടുള്ള 10ാം പൊസിഷനാണുള്ളത്. 11ാം പൊസിഷനിൽ അഭിലാഷാണ് തുടരുന്നത്. ഇത്തവണ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് അഭിലാഷ്. ഇപ്പോൾ 6,998 വോട്ട് നേടി സാബുമാൻ്റെ തൊട്ടു പിന്നിലായി 11ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ തുടരുന്നത്.